2026 ഫിഫ ലോകകപ്പിൽ ഇസ്രായേൽ യോഗ്യത നേടിയാൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന് സ്പാനിഷ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിയും വംശഹത്യയുടെ പ്രവർത്തനങ്ങളും സ്പെയിനിനെ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. സ്പെയിനിന്റെ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ നിലപാടിനെ പിന്തുണച്ച് സ്പാനിഷ് സർക്കാർ വക്താവ് പാറ്റ്സി ലോപ്പസ് വ്യക്തമാക്കിയത് പലസ്തീനിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ ഒരു കായിക ടൂർണമെന്റിലും പങ്കെടുപ്പിക്കരുത് എന്നാണ്. ഇതൊരു പുതിയ സംഭവമല്ല. 2022 ഉക്രൈനെതിരായ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ ഫിഫയും യുവേഫയും അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നു. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, റഗ്ബി, അത്ലറ്റിക്സ് തുടങ്ങിയ കായിക ഇനങ്ങളിലും റഷ്യ ഒറ്റപ്പെടുത്തിയിരുന്നു. ഇതുപോലെ ഇസ്രായേലിനും സമാനമായ വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് സ്പെയിനിന്റെ ആവശ്യം. 2026 ഫിഫ ലോകകപ്പ് ഒരു ചരിത്ര സംഭവമാകാനിരിക്കുകയാണിത്. ആദ്യമായി 48 ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പ് 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നടക്കും. ഇതുവരെ 18 ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞു. അവയിൽ അമേരിക്ക, കാനഡ, മെക്സിക്കോ ആതിഥേയരായും അർജന്റീന, ബ്രസീൽ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മൊറോക്കോ, ട്യൂണീഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. സ്പെയിനിന്റെ ടീം ഇത്തവണ ലോകകപ്പ് കിരീടത്തിന് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ശക്തമായ ടീമാണ്. ലെമീൻ യമാൽ, നിക്കോ വില്യംസ്, പെഡ്രി തുടങ്ങിയ യുവ താരങ്ങൾ നയിക്കുന്ന ഈ ടീം ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതീക്ഷകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ യോഗ്യത നേടിയാൽ ഈ ശക്തമായ ടീം ലോകകപ്പിൽ നിന്ന് പിന്മാറുമെന്നാണ് സ്പെയിനിന്റെ പ്രഖ്യാപനം. സ്പെയിനിന്റെ ഈ തീരുമാനം ലോക ഫുട്ബോൾ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഒരു പ്രമുഖ ഫുട്ബോൾ ശക്തിയായ സ്പെയിൻ ലോകകപ്പ് ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് ഫിഫയ്ക്കും മറ്റു ടീമുകൾക്കും വലിയ സമ്മർദ്ദം ചെലുത്തും. ഇത് മറ്റു രാജ്യങ്ങളുടെയും സമാനമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അതേസമയം ഇസ്രായേലിനെ അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് വിലക്കണമെന്ന സ്പെയിനിന്റെ ആവശ്യം ഫിഫയും യുവേഫയും എങ്ങനെ കൈകാര്യം ചെയ്യും? റഷ്യയുടെ കാര്യത്തിൽ എടുത്ത നടപടികൾ ഇസ്രായേലിന്റെ കാര്യത്തിലും ആവർത്തിക്കപ്പെടുമോ? ഇത് ലോകകപ്പിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ വശങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.